നമുക്ക് നിലമ്പൂരിൽ കാണാൻ പറ്റിയ ഏരിയകളൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി വന്നാലോ? അപ്പൊ നമുക്കില്ലേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത് കണ്ടാലോ? മനസ്സിലായോ? അപ്പൊ നമ്മള് എന്താ പറയാ, ആറ്റമ്പാറയിലെത്തി നമ്മളെ വണ്ടികളെ പാർക്ക് ചെയ്തിട്ട് ഗൈസ് 10 രൂപയാണ് പാർക്കിംഗ് ഫീ വരുന്നത്. അപ്പം നമ്മൾക്ക് നിറച്ച് വണ്ടികളുണ്ട്. ഇനി നമുക്ക് പാർക്കിംഗ് കഴിഞ്ഞു നമുക്ക് ടിക്കറ്റ് എടുക്കും, എന്നിട്ട് മതി സംസാരം. ഇപ്പൊ നമ്മള് പറഞ്ഞതാണ് ഗൈസ് ഒരിക്കലുള്ള പ്രശ്നം. അവന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പൊ ടിക്കറ്റ് കൗണ്ടർ പുറത്താണ് വരുന്നത്. നമുക്ക് എത്രയാണ് ടിക്കറ്റ് നോക്കണം. സമയം 9 മണി മുതൽ 5 മണി വരെ. 9 to 5 വരെ വർക്കിംഗ്. വെള്ളത്തിൽ ഇറങ്ങുന്നത് കുട്ടൂഷിനെ ഒത്തു കഴിഞ്ഞു. ഭയങ്കര ഡിമാൻഡ്. നമുക്ക് പോവാ ഭയങ്കര ഡിമാൻഡ്. അപ്പൊ പറ്റിയ എന്ത് ആദ്യം നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോവാം, അത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പം ഒരാൾക്ക് ടിക്കറ്റ് 40 രൂപയാണ് വരുന്നത് ഒരാൾക്ക്. കുട്ടികൾക്ക് ചാർജ് ഒന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. എൻട്രൻസ് കൗണ്ടർ, പ്ലേ സോൺ, പവർ ഹൗസ്, വ്യൂ പാർക്ക്, അത്രയൊക്കെ കാണാനുള്ളത്. പുള്ളിയത്തെ വെള്ളം പറ്റീന വർത്തനം പറഞ്ഞു. നമുക്ക് കുട്ടൂസ് ഇങ്ങോട്ട് നോക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നല്ല വെള്ളച്ചാട്ടവും ഇതൊക്കെ കാണാം. മഴ ഇത് കാരണം എന്താ പറയാ, വെള്ളത്തേക്ക് ഇറങ്ങല് ഇപ്പൊ തൽക്കാലത്ത് നിർത്തി വെച്ചിട്ടുണ്ട്. വെള്ളം ചാടുന്നതിന്റെ ഒച്ചയൊക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് ഈ കുരങ്ങനെ എപ്പോഴും അറിയാട്ടോ. എന്താ വെച്ചാല് ഞങ്ങളല്ല സ്നേഹിച്ചോണ്ടിരുന്ന ടൈമില് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പൊ ആ കുരങ്ങന്റെ ചോട്ടിലിരുന്നാണ്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നിട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ടാക്ക് ചെയ്ത് കൊടുക്കേണ്ട ഫോട്ടോ. ഓക്കെ, ടിക്കറ്റ് ഞാനില്ല. ടിക്കറ്റ് ഫസ്റ്റ് ഇവിടെ കാണിക്കണം. റെസ്റ്റ് എടുക്കാനുള്ള വെക്കുന്നുണ്ട് ഗൈസ്. വാവ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഗൈസ്. കണ്ടില്ലേ? പ്രകൃതി രമണി. ഞാൻ പൂക്കളൊക്കെയാണ് പൂവിനൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കോളൂ ഗൈസ്. അന്നവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, പൂക്കളും ചെടികളും പറിക്കരുത്. ഓക്കെ, എനിക്കുള്ള വാണിംഗ് എന്നല്ല, ഞാൻ ചോദിച്ചിട്ട് എടുക്കുള്ളൂ. നിന്റെ ഗഡിയിൽ അതുപോലെ ഗൈസ് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പല്ലേ എന്താ പാപ്പ പോയ മുമ്പ് പോയി നമ്മളിങ്ങനെ വെല്ല ഇങ്ങനെ നടന്നോ. എനിക്കില്ല ബാക്ക് പെയിൻ ഉണ്ടായതുകൊണ്ട് എന്താ പറയാ, ഞാൻ ഷൂ ഒക്കെ ഇട്ടിട്ടാട്ടോ പുറത്ത് നടക്കുന്ന. ഷൂ ഇട്ടിട്ട് കുഴപ്പമില്ല, പക്ഷെ ബാക്ക് പെയിൻ നല്ല എനിക്ക് അറിയുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിൽ വീണതാണ്. അപ്പം പ്രഗ്നൻസി ലേഡീസ് ഒക്കെ ഒന്ന് നല്ല ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പക്ഷെ മറന്നില്ല, നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ ചെയ്താ പോണു. അപ്പൊ തല വീണീനി. ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇതിനെ കൊഴിച്ചടിച്ചപ്പോ. അപ്പൊ നമുക്കില്ലേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത് കണ്ടാലോ? മനസ്സിലായോ? ഇത് കാണിട്ടോ. ഞാൻ വീഡിയോ എടുത്തെടുത്ത് വരുമ്പോ വീണ് പോയിട്ട് ഗൈസ്. നിങ്ങൾ വീഡിയോ എടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാണ്ടൊക്കെ ഇറങ്ങാം. കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടൂസ്, അപ്പം അവിടെ പറഞ്ഞ പോലെ ആരും ഇറങ്ങാതെ നിൽക്കുക. നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഓര് നമ്മളോട് പറയുന്നത്. അപ്പം നാളിതുവരെ 22 പേർ മരണപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ
ഈ വെള്ളച്ചാട്ടത്തില് 22 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ സേഫ്റ്റി നമ്മളെ കയ്യിലാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോന്ന് പറഞ്ഞാല് എല്ലാം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഇപ്പൊ അതൊന്നും അറിയില്ല. നമ്മൾ പേരൻസ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഓല് മനസ്സിലാക്കുക. അപ്പൊ അതൊക്കെ ഒന്ന് എന്താ പറയാ കെയർഫുൾ ആയിട്ട് വേണം കുട്ടികളൊക്കെ കൊണ്ടുകൊണ്ട് വരികയാണെങ്കിൽ. കുട്ടികളെന്നല്ല വലിയവര് വരികയാണെങ്കിലും ഇനിയിപ്പോ ഫ്രണ്ട്സായി ചെക്കന്മാരൊക്കെ വരികയാണെങ്കിലും എല്ലാവർക്കും ഉള്ള ഇതാണ് ശ്രദ്ധിക്കുക. ഓരോടെ ലോക്ക് വരെ ഇട്ട് വെച്ചിട്ടുണ്ട്, ആരും അങ്ങോട്ട് കിടക്കാതെക്കാന്. ഇത് കണ്ടില്ലേ, നല്ല പൊള്ളി വ്യൂ ആണ്. നല്ല വെള്ള കളറില് വെള്ളം വരുന്നുണ്ട്. കുട്ടൂസിന് ഇഷ്ടായോ? പിന്നെ ഓനൊക്കെ അപ്പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയിട്ടേ കാട്ടി കൊടുക്കുള്ളൂ. അപ്പൊ ഗൈസ് നമ്മൾ ഫൈനലി ആറ്റമ്പാറ വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല വെള്ളം പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോ തന്നെ അവിടുന്ന് പറയുന്നുണ്ട്. ടിക്കറ്റ് എടുക്കുമ്പോ തന്നെ നമ്മൾ അവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ, സ്റ്റാഫുകള് ഇങ്ങോട്ട് ഇറങ്ങരുത്, ഇവിടെ ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം എല്ലാരും വരുമ്പോ സേഫ് ആയിട്ട് കുട്ടികളൊക്കെ ഇവനെ മാതിരിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കാം എല്ലാരും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിഷ്വൽസ് കൂടെ ഒന്ന് കാണാം കേട്ടോ. വായോ. അപ്പൊ ഇവിടെ നല്ല ചെടികൾ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന ഭാഗം. നല്ല പോയിന്റ് ആട്ടോ. ഫോട്ടോസ് ഇവിടെയുണ്ട് ഗൈസ്. നോക്കൂ ഗൈസ്. അല്ലല്ലേ, അതെ വീഡിയോ എടുക്കാൻ വരുന്നതൊക്കെ ഓക്കെ. ഇവിടെ വെളുക്കി വീണ ഞാൻ അറിയില്ല കേട്ടോ. ഇത് നല്ല രസല്ലേ. ആരും പറിച്ചു പോവരുത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കുന്നേ ഉള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. ഇതിന് ഞങ്ങളുടെ നാട്ടില് മാസന്മാരി എന്നൊക്കെയാണ് പറയാറ്. മാസത്തിൽ ഇങ്ങനെ കളർ മാറുന്ന ടൈപ്പാണ് കേട്ടോ. അല്ലേ, നല്ല ഫ്ലവർ ആയോണ്ടും ഒക്കെ അടിയില്ല. മോൻ കയറി പോകുന്നു ഒറ്റക്ക്. മാപ്പ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ നിൽക്കാണ്. പക്ഷെ മോന് കേറി പോകുന്നുണ്ട്. എടാ എങ്ങോട്ടാ? അപ്പൊ ഞാൻ പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പൊ എന്തായാലും എന്താ പറയാ സേഫ് ആയിട്ട് നടന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുക. നിന്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്നും പറയരുത്. അപ്പൊ ഇതാണ്ടോ ഇത്രയും നല്ല സ്റ്റെപ്പ് വേണ്ടായിട്ട് വാപ്പി മോനും കണ്ടില്ല ഇറങ്ങി വരുന്ന പാർമ കൂടെ. വലിയ ആൾക്കാരെ മാതിരിയാണ് നമ്മളെ നടത്തും നമ്മളെ ചെയ്യലൊക്കെ കേട്ടോ. വിട്ടാല് പാർമ വീകുമ്പോ പഠിച്ചോളൂ. ലൈസൻസ് ഇല്ലാത്ത പോക്കാണ് നമ്മളത്. ഓനിപ്പോ ആ വെള്ളം കണ്ടിട്ട് ആ വെള്ളത്തേക്ക് ഇറങ്ങണം. പക്ഷെ ഇവിടെ ഫുള്ള് ലോക്കഡ് ആയതുകൊണ്ട് മൂപ്പരാക്കൊക്കെ പോവാൻ കഴിയണില്ല. കണ്ടില്ലേ കാലിട്ട് നോക്കി. ആരാനോ അത് ചാറ്റൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഫാമിലീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അടുത്തുള്ള ഫാമിലീസ് ഒക്കെ വന്ന് പോയിട്ടുണ്ട്. ഇവിടെ കൂട്ടരുണ്ട്. കണ്ടില്ലേ, ആ പൊട്ടിത്തെറുപ്പാണ് വരും. പൊട്ടിത്തെറുപ്പ്. ഒരു പൊട്ടിത്തെറുപ്പിന്റെ ഡാൻസ് കളിച്ചാണ് നെറ്റിമ കിട്ടിയത്. ആവാം ഡാൻസ് കളിച്ചാണ് ഗൈസ്. 4 സ്റ്റിച്ച് ഉണ്ട് നെറ്റിമതി. അപ്പൊ എത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം വരുന്ന ഇങ്ങനെ കാണാം. ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കാം. സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അപ്പൊ ഞാൻ ബാക്കി നമുക്ക് പോയോക്കാം. വൈദ്യുതി നിർമ്മിക്കുന്ന അങ്ങോട്ടും പോയി. അപ്പം ഇവിടെ എന്താ പറയാ എൻട്രി ആവാനുള്ള ടൈമും 8 മണി മുതൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഗൈസ്. അപ്പൊ എന്തായാലും നേരത്തെ ഒക്കെ വരാൻ നോക്കാം. നമുക്ക് കേറാണ് ഗൈസ്. ഉള്ളിലൊന്നും ഇപ്പൊ ഇല്ല. പിന്നെ നിങ്ങക്ക് ഇതാണോ ചക്ക? കൈതച്ചക്ക 2 എണ്ണം.
ചെറിയ മാംഗോ അത് ചെറിയ മാങ്ങ ആണോ അത് രണ്ടും ഓക്കെ. കുട്ടൂസിനൊരു ഐസ്ക്രീമും വാങ്ങാം. അവൻ ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ പാടില്ല. ചീച്ചു കുട്ടിയാ ചീച്ചു കുത്തിയാ ചീച്ചു കുത്തിയാ ആ അനുവേ എത്ര എനിക്ക് പണി നോക്കട്ടെ എങ്ങോട്ട് തിരിഞ്ഞ നമ്മളിവിടെ ഉപ്പിലിട്ട വാങ്ങി കൈസ്. നമുക്ക് ബാക്കി മുകൾക്ക് പോവാം. നോബിൾ ഐസ്ക്രീമും വാപ്പോട വാങ്ങി. നമ്മളിവിടെ സീറ്റിലിരിക്കണം. വാപ്പി മോന്ന് നടന്നു പോവാട്ടോ. ഞാനില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം. അനുവേ ടാറ്റാ. കാടല്ലോ കോട 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 കോട. നമുക്ക് പോയൊക്കെ ഗൈസ്. അവന്റെ ഐസ്ക്രീം കഴിഞ്ഞപ്പോ അവന്റെ സ്പീഡ് ഐസ്ക്രീം കയ്യിലുണ്ടായപ്പോ വല്ല ഒരു നിന്ന് തിന്നതിന്റെ ശേഷമാണ് ഐസ്ക്രീം കഴിഞ്ഞപ്പോ നമ്മൾ ഗൈസ് ആണ്ടില്ലേ മുകളിൽ നിന്ന് വെള്ളം വരുന്നത്. ഇതാണ് പവർ ഹൗസ്. പവർ ഹൗസ് കറണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ? അല്ല, ഇലക്ട്രിസിറ്റി. കുട്ടിനെ കുടിച്ചോളിയാകും പോകും. അത് സാരല്ല, അങ്ങനെ പോയിക്കോളൂ. പവർ ഹൗസ് കിട്ടും. എന്ത് മോനെ മെല്ലെ പോയിക്കോടാ. കുട്ടികളൊക്കെ ഏറ്റു വരികയാണെങ്കിൽ കളിക്കാൻ പറ്റിയ ഒരു പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയേക്കാം. ഉണ്ടല്ലേ കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ നല്ല തണുപ്പ് കേട്ടോ ഇവിടെ എത്തിയപ്പം. അപ്പം പോണതാ പോണ അപ്പൊ ഇവിടെയാണ് ആട്ടിൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഉള്ള പവർ ഹൗസ് ഇവിടെയാണ് കേട്ടോ. 3.5 MW അതാണ് ഇവിടുത്തെ മെഷീന്റെ പവർ. അതിപ്പോ നമുക്ക് അറിയാലോ, ഇവിടെ നോക്കി വായിച്ചാണ്ടോ. ആ വായിച്ച നമ്മളെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കണ്ട നമ്മള്. ഓ അറിയേ എവിടുക്കാ എൻട്രി വേസ് ഔട്ട്. ഓക്കേ ജയിലാണ്ട് പോകും. ഈസ് നോട്ട് അലൗഡ്. ഞാൻ അതിന്റെ ഉള്ളിൽ പോയിക്കൂടെ? ഇതിൽ തന്നെയാണ് കയറേണ്ടത്. അപ്പൊ നമ്മൾ തല കോയി കയറണം ഗൈസ്. അപ്പൊ കുട്ടൂസ് പോയ വഴി ശരിയാണ്. കറക്റ്റ് ആണ് ഇത്. എന്റെ തല തട്ടിയില്ല. വെള്ളം പവർ ഹൗസ് ഒന്ന് കറണ്ട് ഉണ്ടാക്കിയതിന്റെ ശേഷമുള്ള വെള്ളമാണിത് വൈകി പോകുന്നത്. കറണ്ട് ഉണ്ടാക്കിയതിന്റെ ശേഷമുള്ള വെള്ളം പോവാണ്ടത്. അപ്പൊ നമ്മള് എന്താ പറയാ, ഒന്നും പറയില്ല. ഇത് കണ്ട് നിങ്ങള് മനസ്സിലാക്കാം. നല്ല തേനീച്ച കൂടുണ്ട് കേട്ടോ അവിടെ. നിങ്ങൾ കണ്ടോ നിങ്ങൾ? അതോ കണ്ടോ? നല്ല വലിയ തേനീച്ച കൂടാട്ടോ. നമുക്ക് ഈ റോഡ് ഈ ഇതിൽ കൂടെയാണ് കേട്ടോ. ഇവിടെ നിന്ന് വെള്ളമില്ല കേട്ടോ ഗൈസ്. നമുക്ക് ഇതിനുള്ളിൽ ഒന്ന് കയറി നോക്കാം എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ.
ലോണ്ട്രി ഇതിലാണ്. കറണ്ട് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെഷീനുകളൊക്കെ 3.5 മെഗാവാട്ട്സ്. അപ്പം അതൊക്കെയാണ് മെഷീനുകൾ വരുന്നത്, കണ്ടില്ലേ? അപ്പം നമുക്ക് ഇത്ര ഈ ഏരിയ നമുക്ക് കാണാൻ വരാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളടത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. എന്താ ഇവിടെ ഡാം, അതായത് വെള്ളം ശേഖരിച്ചേക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവൂലേ, ഇതെവിടെ? ഐ ഡോണ്ട് നോ. വെള്ളം വരുന്ന വഴി അതിലാണ് കേട്ടോ വെള്ളം വരുന്നത്. അപ്പൊ ഇതിന്റെ മേലെ ആയിരിക്കും. വലിയ പൈപ്പാണല്ലോ. മേലെ വെള്ളം ശേഖരിച്ച് വെക്കും, എന്നിട്ട് അത് ഇതിലൂടെ കടത്തിയിട്ടിട്ട് നേരെ ടർബൈനിലൂടെ അങ്ങനെ വരും. അങ്ങനെ മനസ്സിലായോ? എനിക്കറിയൂല, അതുകൊണ്ട് പറഞ്ഞു തരുന്നത് കേൾക്കാന്നല്ലാതെ എനിക്കറിയില്ല കേട്ടോ. വലിയ പൈപ്പാണ്ടോ ഈ ഉയരത്തുനിന്നാണ് വെള്ളം വരുന്നത്. അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു ഡ്രോയിങ് ആയാണ്ട് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ആട്ടിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഞാൻ പറഞ്ഞുതരാം, വിശദീകരിച്ച് തരാം. ഇതാണ് ആട്ടിപ്പാറ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. അതില് വെള്ളം മലമുകളിൽ നിന്ന് വരുന്നു, എന്നിട്ട് ആ ഡാമിൽ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടണല് വഴി. അങ്ങനെ നമ്മളിപ്പോ കണ്ടില്ലേ, ഇതാണ് ടണലിന്റെ ഒരു പൈപ്പ്. ആ പൈപ്പ് വഴിയാണ് ടർബൈൻസ് വരുന്നത്. അങ്ങനെ ടർബൈൻ കറങ്ങുന്നു, വൈദ്യുതി ഉണ്ടാകുന്നു. മനസ്സിലായോ? ചെറിയ സാറ് എന്തോ പറയുന്നുണ്ടല്ലോ, എന്താണ് സാർ? കാഞ്ഞിരപ്പുഴ വെള്ളം, അത് നമ്മൾ ഇന്നാള് പോയത് தெரியாதப்பா. അതന്നെ. അപ്പൊ കാഴ്ച നമ്മള് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പവർ ഹൗസിലാണ്, ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിലെ പവർ ഹൗസിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നല്ലോ, അപ്പൊ അതൊക്കെ താഴെ വരാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ആൻഡ് ലൈക്ക്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ആണ് നമ്മളെ വിജയം വരുന്നത്. അത് കാണിക്കുന്നുണ്ട്. അപ്പം ഓക്കെ ഗൈസ്, നമ്മളെ നെക്സ്റ്റ് വീഡിയോ ആയി വരാം. അതുവരെ ബൈ ബൈ.